മുതുകാട് സാറിന്റെ കാര്യം തന്നെയാണ് നമ്മളിവിടെ പറയുന്നത്. അപ്പൊ അതിനാലാണ് നമ്മുടെ ചാനൽ ഇല്ലാതായത്. അപ്പൊ ഇവരൊക്കെ കുറെ ആൾക്കാരൊക്കെ ഇപ്പൊ എന്താക്കി മെല്ലെ അതിൽ നിന്ന് താനെയുണ്ട്. സുനിത ദേവദാസ് ആയിക്കോട്ടെ, സീക്രട്ട് ഏജന്റ് ആയിക്കോട്ടെ, CP ഷിയാബ് ആയിക്കോട്ടെ, പിന്നെ ഉള്ള ഒരു ചാനൽ എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിന്റെ പേരെന്താണെന്ന് അറിയില്ല, നമ്മൾ അധികം ആയിട്ട് കാണുന്നതല്ല. ജംഗ്ഷൻ ഹാക്ക് എന്ന് പറഞ്ഞ ഒരു ചാനലുണ്ട്. എന്താ അദ്ദേഹത്തിന്റെ പേര്? അനിൽ പി മുഹമ്മദ് അങ്ങനെ എന്തോ ആണെന്ന് തോന്നുന്നു. പേര് കറക്റ്റ് ആയിട്ട് അറിയില്ല, പേര് മാറിയിട്ടുണ്ടെങ്കിൽ ക്ഷമിക്കണം. അപ്പൊ ഇങ്ങനെ ഒരുപാട് ആൾക്കാർ അദ്ദേഹം കക്കൂസ് പോകുന്നത് തൊട്ട് അദ്ദേഹം രാത്രി കടന്നുറങ്ങുന്നത് വരെയുള്ള കാര്യങ്ങൾ എന്ന് പറഞ്ഞ പോലെ എല്ലാ കാര്യങ്ങളും എടുത്തിട്ട് അലക്കുന്ന ഒരു പരിപാടി. ഞാൻ പറഞ്ഞില്ലേ, അദ്ദേഹത്തിന്റെ സ്വകാര്യമായ കാര്യങ്ങളിലേക്ക് പോലും വന്നിട്ട് അദ്ദേഹത്തിനെ തേജോവധം ചെയ്യുന്ന ഒരു രീതിയിലേക്ക് പോയി. അദ്ദേഹത്തിനെ തേജോവധം ചെയ്യുന്നതിലൂടെ എന്താന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളൊക്കെ ഇതിലേക്ക് ഇറങ്ങാനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അദ്ദേഹത്തിന് നല്ലൊരു മുന്നോട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ടും ഉള്ള ഒരുപാട് കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് അദ്ദേഹം പ്രയത്നിച്ചുകൊണ്ടിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ ജീവിതം തന്നെ ഈ ഒരു അംഗവൈകല്യംപ്പെട്ട ഈ ഒരു രീതിയിൽപ്പെട്ട ഒരുപാട് വിദ്യാർത്ഥികൾക്ക് വേണ്ടിയിട്ട്, ഒരുപാട് കുട്ടികൾക്ക് വേണ്ടിയിട്ട്, അവരുടെ മാതാപിതാക്കളുടെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് ആ കുട്ടികൾ ആ രീതിയിലേക്ക് ആയി മാറുന്ന രീതിയിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അതിനെ ഇല്ലാതാക്കുകയും ഒരു പറ്റം ആൾക്കാർ, പിന്നെ അവിടെയുള്ള കുറച്ച് അമ്മമാരും അവിടെ നിന്ന് പറഞ്ഞിട്ടുള്ള CP ഷിയാബിന്റെ കയ്യിലൊക്കെ ഒരുപാട് തെറ്റുകളുണ്ട്. CP ഷിയാബ് ഇങ്ങനെ ചെയ്യുന്നവരെ നമുക്ക് വിശ്വസിക്കാനേ പറ്റൂല. എന്താ പറഞ്ഞാൽ അദ്ദേഹവും അങ്ങനെ ഒരു അംഗവൈകല്യമുള്ള ആളാണ്. അപ്പൊ ആ അംഗവൈകല്യമുള്ള ആളും കൂടി ചേർന്നിട്ട് ഈ ഒരു വൃത്തികെട്ട പ്രവണതയിലേക്ക് പോവുകയും അതിനെതിരെയാണ് നമ്മൾ ഇതിന് വീഡിയോ ഇട്ടതും. എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞുതരാം, അദ്ദേഹത്തിന്റെ ഓരോ കാര്യങ്ങളും ഇതാ കണ്ടില്ല ഈ ചാനലിലൊക്കെ. ഇപ്പൊ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മുതുകാട് സാറ് കുറച്ച് അദ്ദേഹത്തിന്റെ അനുഭവങ്ങൾ പങ്കുവെക്കാനുള്ള ഒരു കാര്യങ്ങളുമായിട്ട് അദ്ദേഹത്തിന്റെ യൂട്യൂബ് ചാനലിൽ വന്നിട്ടുണ്ട്. അതിനെതിരെയൊക്കെ ഇവരെന്തൊക്കെ കാര്യങ്ങളാണ് പറയുന്നതെന്ന് അറിയാം. അതിന്റെയൊക്കെ ആവശ്യം എന്താണ്? മറ്റുള്ളവര് വൃത്തികെട്ട കാര്യങ്ങൾ പറഞ്ഞിട്ടാണോ ഇവര് ആളാവേണ്ടത്? എന്തൊക്കെ കാര്യങ്ങളുണ്ട്? അതാ പറഞ്ഞത്. ഈ യൂട്യൂബേഴ്സിന്റെ ഇടയിലായാലും ശരി, മറ്റുള്ളവരെ കുറ്റങ്ങളും കുറവുകളും പറഞ്ഞിട്ട് ആളാവാനും പണം ഉണ്ടാക്കാനും ഉതകുന്ന ഒരു രീതിയിൽ അത് കാണാൻ ഇഷ്ടംപോലെ ആൾക്കാരാണ്. വഴിതെറ്റിക്കുന്ന രീതിയിലേക്ക് എന്ത് പോകുന്നുണ്ടെങ്കിൽ അതിനാണ് കൂടുതൽ ആൾക്കാർ നമുക്ക് ഇതിൽ കൂടെ ഒക്കെ മനസ്സിലാക്കാൻ കഴിയുന്നത്. പക്ഷെ എന്നാലും ഒരു പറ്റം ആൾക്കാർ നല്ല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ടും നല്ല കാര്യങ്ങൾ എന്താണെന്ന് അറിയാനും വേണ്ടിയിട്ടും വരുന്ന ആൾക്കാരുണ്ട്. അപ്പോ ശക്തമായിട്ട് തന്നെ മുതുകാട് സാറിന്റെ ഈ ഒരു ഡിഫറെന്റ് അക്കാദമി അത് ശക്തമായിട്ട് തന്നെ ഇവർക്കെതിരെ കേസ് കൊടുക്കാനും മുന്നോട്ട് പോകാനുള്ള അവർക്കെതിരെ നിയമ നടപടിക്കും ഒരുങ്ങുകയാണ്. അപ്പോ എന്തായാലും ഇവർക്കെതിരെ ശക്തമായ ഒരു നടപടി തന്നെ വേണം. എന്താ പറയുകയാണെങ്കിൽ ഇങ്ങനെ മറ്റുള്ള ആൾക്കാർ ഇല്ലായ്മ ചെയ്യാനും ഓരോ സ്ഥാപനത്തിനെ ഇല്ലാതാക്കാനും ഒരു പണം വാങ്ങിയിട്ട് ഇങ്ങനെ ചെയ്തിട്ടുണ്ടെങ്കിൽ വേറെ വളർന്നു വരുന്ന ആൾക്കാരും ഒക്കെ എന്തൊരു ബുദ്ധിമുട്ടായിരിക്കും. അവരില്ലായ്മ ചെയ്യാൻ ഇങ്ങനെ ഒരു കുറച്ച് ചാനലുകൾക്ക് ഇത്ര ആൾക്കാരുള്ള സബ്സ്ക്രൈബേഴ്സ് ഉള്ള ആൾക്കാർക്ക് കുറച്ച് പണം കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്തുമാവാമെന്നുള്ള ഒരു രീതിയിലേക്ക് മുന്നോട്ട് പോവുകയാണ്. ഞങ്ങൾക്കൊന്നും പറ്റൂല എന്നുള്ള രീതിയിൽ. അപ്പൊ ശക്തമായിട്ട് തന്നെ ഇവർക്കെതിരെ നീങ്ങുകയും നിയമ നടപടി സ്വീകരിക്കുകയും വേണമെന്നാണ് നമ്മൾ ഈ ഒരു ചെറിയ ചാനലായ നമുക്ക് പറയാനുള്ളത്. എന്താണ് മുന്നോട്ട് ഇങ്ങനെ ഒരു സംഭവം വരാൻ പാടില്ല. അതെന്താണ് ഇങ്ങനത്തെ ഓരോ കാര്യങ്ങൾ വരുന്നതിന് സാധാരണക്കാരനും ഈ ഇങ്ങനെ സോഷ്യൽ മീഡിയയിൽ ഒരുപാട് കാര്യങ്ങളും അവരുടെ കഴിവുകളും പ്രകടിപ്പിക്കാൻ പറ്റുന്ന ഇല്ലാതാക്കുന്ന ഒരു പ്രവണതയും കൂടിയാണ് ഇതിൽ കാണുന്നത്. എന്താണ് ഇതിനൊക്കെ ഒരു സെൻസറിങ് വെച്ചിട്ടുണ്ടെങ്കിൽ ചിലപ്പോൾ സാധാരണക്കാരനൊന്നും ഇതിലേക്ക് വരാൻ പറ്റാത്ത രീതിയിലേക്ക് ആവുന്ന ഒരു രീതിയിലേക്കായിരിക്കും മുന്നോട്ട് ഉള്ള ഒരു ഇത് പോവുക. അപ്പോ ഈ ഒരു കാര്യത്തിന് ശക്തമായി തന്നെ നിയമ നടപടിക്ക് ഒരുങ്ങുകയും ഇവരെ ഇല്ലായ്മ ചെയ്യുകയും ഇവര് ഈ ചെയ്യുന്ന ഈ ഒരു വൃത്തികെട്ട പരിപാടികൾ ഇല്ലാതാക്കുകയും ചെയ്യണമെന്നാണ് നമുക്ക് ഈ ചാനലിലൂടെ പറയാനുള്ളത്. അപ്പൊ അവർക്കെതിരെ കൂടുതൽ കാര്യങ്ങളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇവരെന്ന് പറഞ്ഞിട്ട് ഈ ഒരു സംരംഭം, ഈ ഒരു സ്ഥാപനം ഇല്ലായ്മ ചെയ്യാൻ ഇവര് നടത്തിയ ഈ ഒരു കള്ളക്കളികൾ, പുറത്തുനിന്ന് വിദേശത്തുനിന്നും പണം വാങ്ങിയിട്ട് ഈ ചിത്ര CR എന്ന് പറഞ്ഞ ആളാണ് ഇത് ഫസ്റ്റ് ടൈം കൊണ്ടുവന്നത്. അവിടെയുള്ള ഒരു അമ്മയായിരുന്നു, പക്ഷെ അവിടെ എന്തോ ഒരു ജോലിയും ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനുതകുന്ന ആ ഒരു രീതിയിലൊന്നും അവർക്ക് പോകാൻ പറ്റാത്ത രീതിയിലായതുകൊണ്ടായിരിക്കാം അവർ അവിടെ നിന്ന് വിട്ടിട്ട് പോയത്.
അങ്ങനെയുള്ള ആൾക്കാരെ വിട്ടിട്ട് പോയിട്ടുള്ളൂ. എന്താ പറഞ്ഞാൽ അവിടെയും കുറെ അമ്മമാരുണ്ടല്ലോ. ഇവരിപ്പോ അവിടെ ഇഷ്ടംപോലെ അമ്മമാരുണ്ട്, 100-ൽ പരം അമ്മമാർ അവിടെ ഉണ്ട്, 100-ൽ പരം വിദ്യാർത്ഥികൾ, 100-ൽ പരം ആ വിദ്യാർത്ഥികളുടെ രക്ഷകർത്താക്കളും അവിടെ ഉണ്ട്. അപ്പൊ അവർക്കൊന്നും ഇല്ലാത്ത ഒരു വേവലാതി ഈ ഒരു 4-5 ആൾക്കാർ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്, അതോ ഈ 100 ആൾക്കാർ പറയുന്നതാണോ വിശ്വസിക്കേണ്ടത്? അതല്ലേ നമ്മൾ നോക്കേണ്ടത്. ഇവരിപ്പോ ഈ സീക്രട്ട് ഏജന്റ് ആയാലും ശരി, ഈ CP ഷിഹാബ് ആയാലും ശരി, ഈ സുനിത ദേവദാസ് ആയാലും ശരി, ഇവരൊക്കെ രണ്ട് ഭാഗത്തുനിന്നും കേട്ടിട്ട് അവിടുത്തെ ആൾക്കാർ പറയുന്നു, അവിടെ ഇപ്പോ നിലവിലുള്ള ആൾക്കാർ എന്താണോ പറയുന്നത്, ഈ പോയ ആൾക്കാർ എന്താണോ പറയുന്നത്, അത് രണ്ടും കൂടി ക്രോഡീകരിച്ചിട്ടാണ് ഇവർ പറയുന്നതെങ്കിൽ നമുക്ക് വിശ്വസിക്കായിരുന്നു. പക്ഷെ ഇതല്ല. ഇവര് ഒരു ടീം പറയുന്നത് മാത്രം, അതാണ് നമുക്ക് ഈ ഒരു ഗൂഢാലോചന, വൻ ഗൂഢാലോചന ഇവര് നടത്തിയത്. പക്ഷെ അതൊക്കെ പൊളിഞ്ഞു പോയി, വെള്ളത്തിൽ വരയിട്ട മാതിരിയായി ഇവരുടെ ഗൂഢാലോചന. എന്താ പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പൊ ഇവർക്കെതിരെ കൊത്തുന്ന രീതിയിലേക്ക് മാറിയിരിക്കുകയാണ്. എന്താ പറഞ്ഞാൽ ഇവരൊക്കെ ഇപ്പൊ ആകെ പേടിച്ചാണ് നിൽക്കുന്നത്. സീക്രട്ട് ഏജന്റ് ആയിക്കോട്ടെ, മറ്റുള്ള ആൾക്കാരായിക്കോട്ടെ, വളരെ പേടിച്ചാണ്. ഇപ്പൊ ഞാൻ പറഞ്ഞില്ലേ, ഈ ചാനലിലുള്ള ജംഗ്ഷൻ ഹാക്കിലുള്ള ഈ കാര്യങ്ങളൊന്നും പറഞ്ഞില്ല. ഈ കേസ് കൊടുക്കാൻ ഇവർ തീരുമാനിച്ചതും അതിനെതിരെ സോഷ്യൽ മീഡിയയിൽ ഇവർക്കെതിരെ അപമര്യാദമായിട്ട് ഈ സ്ഥാപനത്തിനെ മോശമായി ചിത്രീകരിക്കുകയൊക്കെ ചെയ്തതിന് കേസ് കൊടുക്കാനുള്ള രീതിയിലുള്ള ഇതിന് പുറപ്പെട്ടതിനൊന്നും ഇയാളൊന്നും പറഞ്ഞില്ല. ഇയാളെന്നല്ല ആരും അതിനെതിരെ പറയുന്നില്ല. പിന്നെ അവരൊക്കെ താഴോട്ട് പോവാണ്. സുനിതാ ദേവദാസിനൊന്നും കാണുന്നേ ഇല്ല. അപ്പൊ ഇവർക്കെതിരെയൊക്കെ ശക്തമായ നിയമ നടപടി തന്നെ എടുക്കണമെന്നാണ് നമുക്കും പറയാനുള്ളത്. അത് മുന്നോട്ട് എന്താണെന്ന് നമുക്ക് കാണാം. അപ്പോ ഈ ഒരു സോഷ്യൽ മീഡിയയിലുള്ള ഇത്തരം കുപ്രചരണങ്ങളും പിന്നെ ഒരാൾക്ക് വേണ്ടിയിട്ട് നീങ്ങുകയും അത് ഒരു സ്ഥാപനത്തിനെ തന്നെ ഇല്ലായ്മ ചെയ്യാനും നോക്കുന്ന ഈ ഒരു പ്രവണതയൊക്കെ നിർത്തലാക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു കേസിനാല് ഇവർക്കെതിരെ ഉള്ള നിയമ നടപടി ഉണ്ടാകുമ്പോൾ മറ്റുള്ളവർക്കും ഇതൊരു പേടിയാവുകയും മറ്റുള്ളവർക്കും അതൊരു താക്കീതായി മാറുകയും ചെയ്യുമെന്ന് നമ്മളും വിശ്വസിക്കുകയാണ്. അപ്പൊ ഏവർക്കും നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് നമ്മൾ ഈ ഒരു വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പൊ നിങ്ങളുടെ സപ്പോർട്ട് നമുക്ക് ആവശ്യമാണ്. സബ്സ്ക്രൈബ് ചെയ്യുക. കൂടുതൽ വീഡിയോകളും നമുക്ക് ജനോപകാരപ്രദമായിട്ടുള്ള കാര്യങ്ങളും പിന്നെ നമ്മളെ ഇടയിലുള്ള കാര്യങ്ങളും എന്റേതായ ആശയങ്ങളും ഒക്കെ വെച്ചിട്ടുള്ള മുന്നോട്ടുള്ള കൂടുതൽ വീഡിയോകൾ ഉണ്ടാവുന്നതാണ്. അപ്പൊ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായി രേഖപ്പെടുത്തുക, ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. അപ്പൊ നല്ലൊരു ദിവസം ആശംസിച്ചുകൊണ്ട് ഈ ഒരു വീഡിയോ നിർത്തും.